ഹലോ ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നീവരത്തിൽ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോഴായിരിക്കും ലക്ഷ്മി അമ്മ പറയുന്നത്, ആത്മാഭിമാനമുള്ള പെണ്ണാണ്, പക്വതയില്ലായ്മയുടെ പേരിൽ പറ്റിയ ഒരു തെറ്റ്, അതിന് ഒന്ന് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറയും. പിന്നെ ഗൗതം ചെന്ന് വല്ല പഞ്ചാര വാക്ക് പറഞ്ഞാലൊന്നും അവൾ ഇറങ്ങി വരുന്നില്ല, അവൾ നല്ല വീറും വാശിയുള്ള കുടുംബത്തിൽ ജനിച്ച പെണ്ണാ പറയും. ഇത് കേൾക്കുന്ന വല്യമ്മയ്ക്കും പിങ്കിക്കും അച്ഛനൊക്കെ ദേഷ്യം വരും. എന്തായാലും അവളെ ഈ വീട്ടിലേക്ക് കയറ്റില്ലെന്ന് വല്യമ്മയും അച്ഛനും പറയും. അപ്പോഴായിരിക്കും അങ്ങോട്ട് ഗൗതമും അരുണും വരുന്നത്. അപ്പം പവിത്ര വിളിക്കും, ആ അരുണേട്ടാ ഇന്ന് നേരത്തെ എത്തിയേ, എന്താ ഈ ബാഗിൽ, എനിക്കുള്ള ചുരിദാറാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗൗതത്തിൻ്റെ അച്ഛൻ പറയും, അരുണേ, ഗൗതത്തിന് എന്തെന്താടാ ഒരു സ്പെഷ്യൽ എസ്കോട്ട്, നീയും പോയിരുന്നോ ആ നന്ദയെ കാണാമെന്ന് പറയും. അപ്പോൾ വല്യമ്മ ചോദിക്കും, ഏടത്തിമ്മയെ കാണാൻ നീയും പോയോ ആശ്വസിപ്പിക്കാൻ? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. കാണാൻ നീ പോയോ? വല്യമ്മയെ തല്ലിയവളെ, പോയാൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല. അപ്പം അരുൺ ഇങ്ങനെ ആലോചിക്കുന്നു, ഓ, ഈ വീട്ടിൽ സ്ഥാനം ഉണ്ടായിട്ട് ഇപ്പം എന്താ കാര്യം, സമയമില്ലാഞ്ഞിട്ടാ, ഇല്ലെങ്കിൽ ഞാനും നന്ദയെ കാണാൻ പോയിരുന്നു എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അച്ഛൻ ചോദിക്കും, അരുണേ, നീ എന്താടാ ഈ ആലോചിക്കുന്നത് എന്ന് വയ്ക്കും. അപ്പോൾ അരുണ് പറയും, ഞാൻ ഗൗതമേട്ടൻ്റെ കാര്യം ആലോചിക്കുക. ഗൗതമേട്ടൻ്റെ ഈ വീട്ടിലുള്ള സ്ഥാനം പോയില്ലേ, പാവം ഗൗതമേട്ടൻ ഇനി ആ നന്ദയുടെ കൂടെ ആ ഒറ്റമുറി വീട്ടിൽ കഴിയേണ്ടേ, വിധി, അല്ലാതെ എന്തു പറയാ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണ് മേലോട്ട് പോകും. അപ്പം അച്ഛൻ പറയും, ഏട്ടത്തി, അവൻ നമ്മളെ ഒന്ന് ആക്കിയതാ പറയും. അപ്പം ഇത് കേട്ട പിങ്കി പറയും, ആകെ അപ്സെറ്റായിട്ടാണ് ഗൗതം വന്നിരിക്കുന്നത്, നന്ദ ശരിക്ക് കുടഞ്ഞു വിട്ടിടിക്കുന്നു. അപ്പോൾ വല്യമ്മ പറയും, അതെനിക്കും തോന്നി. അപ്പോൾ മോഹിനി പറയും, അതെ, ആകെ ക്ഷീണിച്ചിട്ടാ എൻ്റെ കുഞ്ഞ് വന്നിരിക്കുന്നത്, ആകെ കരിവാളിച്ചിട്ടുണ്ട്, അവൾ ആട്ടിരിക്കും, അവൾ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ മോഹിനി ഇങ്ങനെ പറയും. പിന്നെ കാണിക്കുക, റൂമിൽ ഇങ്ങനെ ഗൗതം ഇരിക്കും. അപ്പോൾ അരുണ് മദ്യക്കുപ്പി എടുക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇന്ന് ആർക്കൊക്കെ എന്തൊക്കെ പണികളാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ഇതാക്കണ്ടേ എന്നാലോചിച്ചിട്ടാണ് എല്ലാവരും എണീറ്റിരിക്കുന്നത്. ഇങ്ങനെ കുറേ പാഴ്ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് അരുൺ ഇങ്ങനെ പറയും. എന്നിട്ട് അരുണ് പറയും, ഗൗതമേട്ടനെ നന്ദയെ കാണാൻ പറ്റിയില്ലല്ലേ, നന്ദയെ നന്നായി മിസ്സ് ചെയ്യുന്നുണ്ടല്ലേ, താങ്ങാൻ പറ്റാത്ത വിധത്തിൽ. മുമ്പ് പിങ്കിയെ രാമേശ്വരത്ത് അതിലും ഭീകരമായിട്ടല്ലേ. അപ്പോൾ ഗൗതം പറയും, നിർത്തടാ, നീ ബോട്ടിൽ പൊട്ടിക്കുന്നുണ്ടോ അതോ ഞാൻ തന്നെ വേണോ? വേണ്ട വേണ്ട, ഞാൻ തന്നെ പൊട്ടിച്ചോളാം, നീ എന്നെ ഉപദേശിക്കണ്ട എന്നൊക്കെ പറയും. ഞാൻ ഉപദേശിക്കൊന്നുമല്ല, ഞാനൊന്ന് മദ്യം കഴിച്ചാൽ ഈ വീട്ടിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നത് എൻ്റെ ഗൗതം ചേട്ടൻ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ഒരു കാമുകൻ, നിരാശ കാമുകൻ എന്നൊക്കെ പറയും, അല്ല നിരാശ ഭർത്താവ് എന്നൊക്കെ പറയും. നിങ്ങൾ നാഴേക്ക് 40 വട്ടം ഡീലെന്ന് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഇമോഷണൽ ആവേണ്ട കാര്യം വല്ലതും ഉണ്ടോ എന്നൊക്കെ അരുൺ ചോദിക്കും. എന്നിട്ട് ഒരൊറ്റ കാര്യം ചോദിക്കണമെന്ന് അരുണ് പറയും, ഗൗതമേട്ട, ഈ ഡീലൊക്കെ പറഞ്ഞത് ഇപ്പം ശരി, കളി ശരിക്കും കാര്യമായില്ലേ, നന്ദ ഹൃദയത്തിൽ കയറിപ്പറ്റി, അങ്ങനെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, പ്രണയം, ഞാനൊരു ഗാർഡിയനാ, അല്ലാണ്ട് പ്രണയമൊന്നല്ല, ഒരു ഗാർഡിയൻ, അവൾ എൻ്റെ കൂടെ ഇല്ലാത്തപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്, അതാണ്, അല്ലാതെ പ്രണയമൊന്നല്ല എന്ന് പറയും. അപ്പോൾ അരുണ് പറയും, ഇതുപോലൊക്കെ തന്നെയായിരുന്നു പണ്ട് പിങ്കിയും, അതിനെ പിന്നെ അർജുനേട്ടൻ അങ്ങ് കൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പോഴാവും അങ്ങോട്ട് ലക്ഷ്മി വരുന്നത്. ഡാ, എന്താടാ ഈ കാണിക്കുന്നത് ചോദിക്കും. എന്താടാ ഇത് ചോദിക്കും. അപ്പോൾ അരുണ് പറയും, ഇത് കഷായ, ഗ്യാസിനുള്ള കഷായ എന്നൊക്കെ പറയും. ലക്ഷ്മി പറയും, എന്തിനാടാ ഈ ശീലമില്ലാത്തൊക്കെ എൻ്റെ മോന് ഇതാക്കുന്നു. അപ്പോൾ അരുണ് പറയും, അയ്യോ ഞാനല്ല, ഗൗതമേട്ടൻ പറഞ്ഞതാ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, സന്തോഷം വരുമ്പോഴും മദ്യം, സങ്കടം വരുമ്പോഴും മദ്യം, ദുഃഖം വന്നാലും മദ്യം ആയാൽ എങ്ങനെ, എന്നാൽ ഏറ്റവും കൂടുതൽ ഇത് കഴിക്കേണ്ടത് സ്ത്രീകളാണ്. നിൻ്റെയൊക്കെ ഒരു മനോഭാവം, നിൻ്റെ ഈ മനോഭാവം തീർക്കേണ്ടതേ മദ്യക്കുപ്പിയല്ല, നന്ദ എന്ന ഒറ്റമൂലിയാണ് എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയും. എന്നിട്ട് ഗൗതമിനോട് പറയും, മോനെ, നീ ആദ്യം നന്ദയെ പോയി കാണുക, എന്നിട്ട് അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ എന്നൊക്കെ പറയും. എന്നിട്ട് ലക്ഷ്മി കുപ്പിയായിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ അരുണ് പറയും, ഓ, അതും കൊണ്ടുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ അങ്ങോട്ട് പോകും. അപ്പോൾ ഗൗതമ മുറിയിലിരുന്നിട്ട് ഒരേ ആലോചനയാവും. പിന്നെ കാണിക്കുന്നത് നന്ദ അങ്ങനെ വിഷമിച്ചിരിക്കാവും, ഭക്ഷണമൊന്നും കഴിക്കാതെ. അപ്പോൾ മായ പറയും, എന്തെങ്കിലും ഒന്ന് കഴിക്ക് നീ, ദേ പിശുക്ക് കണ്ടുപിടിച്ച എന്നെ, നിനക്ക് വേണ്ടി ഞാനിതാ ചിക്കൻ ചില്ലിയൊക്കെ ഓർഡർ ചെയ്തിരിക്കണം, ഇത് കഴിക്കുക പറഞ്ഞിട്ട് വാരി കൊടുക്കും. അപ്പോൾ നന്ദയ്ക്കാകെ വിഷമാവും, ലക്ഷ്മി അമ്മ വാരി തന്നതൊക്കെ ആലോചിക്കും. എന്നിട്ട് കാണിക്കുക, ഗൗതമ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും ഓരോ കാര്യങ്ങൾ.
നന്ദ മേത്തക്ക് വീഴുന്നതും അതുപോലെ തലേൻ്റെ ഇടയിൽ കൂടെ നോക്കുന്നതൊക്കെ ഗൗതം ഇങ്ങനെ ആലോചിക്കും. എന്നിട്ട് ഗൗതം നന്ദയുടെ സാറിനെ വിളിക്കും. അപ്പോൾ ഗൗതമ സാറിനോട് പറയും, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, നന്ദയില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയും. ഒരു പോലീസ് ഓഫീസറായിട്ട് ഇത്രയ്ക്ക് സില്ലിയാകാമോ എന്നൊക്കെ പറയും. അപ്പോൾ സാറ് പറയും, പോലീസും ഒരു മനുഷ്യനല്ലേ എന്നൊക്കെ പറയും. അവളിൽ ഞാൻ ഇത്ര ക്രൂരമായി പുറത്താക്കിയത് എന്നൊക്കെ എനിക്കറിയാം. ആ നിമിഷത്തിൽ ഞാനല്ലാതായി തീർന്നു എന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. അപ്പോൾ സാറ് പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ, പക്ഷേ നന്ദയ്ക്ക് പറ്റിയ മുറിവ് അത് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല, എന്തായാലും മാറും, അത് ഞാൻ മാറ്റിയെടുക്കും, ഞാൻ പ്രോമിസ് തരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അവളെന്തായാലും ഹൃദയത്തിൽ നിനക്ക് ഒരു ഇതുണ്ട്, അല്ലാതെ വെറുപ്പൊന്നുമില്ല, നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ എന്നൊക്കെ സാറിങ്ങനെ പറയും. അപ്പോൾ ഗൗതം പറയും, ആ പിണക്കം പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പറയും. പിന്നെ സാറ് ചോദിക്കും, ഒരു ജ്യേഷ്ഠൻ എന്ന പോലെ, സഹോദരൻ എന്ന പോലെ ഞാൻ നിന്നെ സഹായിക്കാം, ഇപ്പോൾ നീ ഉറങ്ങിക്കോളൂ, നല്ല സ്വപ്നങ്ങൾ കണ്ടു ഉറങ്ങൂ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടാളും ഫോൺ വയ്ക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. ഗൗതം ഇന്നും ഫുഡ് കഴിക്കുന്നില്ലെന്ന വാശിയിലാണോ പറയും. അപ്പോൾ ഗൗതം പറയും, അത് ഞാൻ പുറത്തുനിന്ന് അരുണിൻ്റെ കൂടെ കഴിച്ച് പറയും. അപ്പോൾ പിങ്കി പറയും, അരുണെ ഞാൻ കണ്ടു, കഴിച്ചിട്ടില്ലെന്നാ പറഞ്ഞേ, ഇതുവരെ കഴിക്കാത്ത എന്തോ കഴിക്കാൻ ശ്രമിച്ചു എന്നും ഞാൻ അറിഞ്ഞു, ലക്ഷ്മിയമ്മ വന്ന് അവിടെ തടഞ്ഞു അല്ലേ, ഇതുവരെ മദ്യം കഴിക്കാത്ത ഗൗതത്തിന് എന്തേ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ ഞാൻ കാരണമാണോ അതോ നന്ദ കാരണം? ഹോ, ആ നന്ദ കാരണം ഒരു കുടിയനായി തീരാനാണോ നിൻ്റെ ഭാവി എന്നൊക്കെ പിങ്കി ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, പിങ്കി പ്ലീസ്. അപ്പോൾ പിങ്കി പറയും, കുടിച്ച് നശിക്കാനാണോ നിൻ്റെ തീരുമാനം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗൗതം പറയും, ആണെങ്കിൽ ചോദിക്കും. അപ്പോൾ പിങ്കി പറയും, നിങ്ങൾക്ക് നന്ദയെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടല്ലേ ഗൗതം, എൻ്റെ മുഖത്ത് നോക്കി പറ, സത്യം പറ, നന്ദയെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടല്ലേ പറയും. അപ്പോൾ ഗൗതം പറയും, ഷട്ട് അപ്പ് പറയും. അപ്പോൾ പിങ്കി പറയും, യെസ്, നിങ്ങളെന്നെ മറന്നു, നിങ്ങൾ എപ്പോഴും പറയാറില്ലേ നിങ്ങളുടെ മനസ്സ് ശൂന്യമാണെന്ന്, ആ ശൂന്യതയിലേക്ക് നന്ദ കൂട്ടിയല്ലേ പറയും. അപ്പോൾ ഗൗതം പറയും, നെവർ, നോൺസെൻസ് പറയാതെ. അപ്പോൾ പിങ്കി പറയും, വേണ്ട, എനിക്ക് മനസ്സിലായി നിങ്ങൾ നന്ദയെ പ്രണയിക്കുന്നുണ്ടെന്ന്. ഗൗതം പിന്നീട് പറയും, ഒരപേക്ഷയുണ്ട്, എൻ്റെ മുറിയിലേക്ക് ഇനി പിങ്കി കടന്നു പോകരുത്, പ്രത്യേകിച്ച് ഇത്തരം പൈങ്കിളി കഥയായിട്ട്, ഇന്നത്തേക്കല്ല ഒരിക്കലും. അപ്പോൾ പിങ്കി ഭയത്തോടെയും സങ്കടത്തെയും നോക്കുന്നു. എന്നിട്ട് പിങ്കി മനസ്സിൽ വിചാരിക്കും, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നന്ദയുമായി നിങ്ങൾക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല ഗൗതം എന്നൊക്കെ പിങ്കി മനസ്സിലിങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഗൗതം പറയും, ഗെറ്റ് ലോസ് പറയും. അവിടുന്ന് പിങ്കി ദേഷ്യത്തോടെ പുറത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് രാവിലെ സാറിനെയും നന്ദയെയുമാണ്. സാറ് പറയുന്നു, ഇന്നലെ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഗൗതമിനെ കണ്ടിരുന്നു, അതുപോലെ രാത്രിയിലും വിളിച്ച് സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ സാറ് നന്ദയോട് പറയും, ഗൗതം വിളിച്ചാൽ ഇന്നീവരത്തിലേക്ക് ഇനി നന്ദ പോവില്ലേ പറയും. അപ്പോൾ നന്ദ പറയും, എന്നെ അവിടെ നിന്ന് എൻ്റെ മനസ്സിൽ ഇനിയൊരു സ്ഥാനമില്ലേ എന്നൊക്കെ പറഞ്ഞ് ആട്ടിപ്പുറത്താക്കിയതാണ് ഗൗതം, ഇനി ഞാൻ അങ്ങോട്ടേക്ക് എന്തായാലും പോവില്ല എന്നൊക്കെ പറയും. അവരുടെ മനസ്സിൽ നിന്ന് തന്നെ എന്നെ ഇറക്കി വിട്ടതാ എന്നൊക്കെ പറയും. അപ്പോൾ സാറ് പറയും, ഒരു കൊച്ചു പിണക്കല്ലേ, അതൊക്കെ ഒരു നല്ല ഭാര്യയായിട്ട് അത് അതിൻ്റേതായ രീതിയിൽ എടുക്കണം പറയും. അപ്പോൾ നന്ദ പറയും, എൻ്റെ മനസ്സിൽ ഗൗതത്തിന് നല്ലൊരു സ്ഥാനം എന്നും ഉണ്ടാവും, നല്ലൊരു ഭാര്യ എന്നല്ല എൻ്റെ സ്വപ്നം, നല്ലൊരു ഡോക്ടർ ആവുക, അത് എൻ്റെ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ സ്വപ്നം കൂടിയാണെന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയും, ഞാൻ സ്വയം പുകഴ്ത്തുകയല്ല, ഞാൻ നല്ലൊരു ഡോക്ടറാണ്, അതുപോലെ തന്നെ നല്ലൊരു അധ്യാപകനാണ്, അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിൽ നല്ലൊരു ഭർത്താവും നല്ലൊരു അച്ഛനുമാണ്, അതുപോലെ തന്നെ നന്ദയ്ക്കായിക്കൂടെ നല്ലൊരു ഡോക്ടറും നല്ലൊരു ഭാര്യയും എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലാണ്. ലക്ഷ്മി ഇങ്ങനെ കറിക്കുള്ളതൊക്കെ ഇങ്ങനെ അരിയായിരിക്കും, പവിത്രോട് ഇങ്ങനെ അരി എന്നൊക്കെ പറയും. അപ്പോഴവ അവിടേക്ക് മോഹിനിയും പിങ്കിയും വരുന്നത്. എന്നിട്ട് ചോദിക്കും, അതെ ലക്ഷ്മി എടുത്തത്, എന്തൊക്കെ വഴിയിൽ എന്തൊക്കെ ഒളിപ്പിച്ചാലും അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, ഇങ്ങനെ ഉള്ളതുപോലെ പറയും, അല്ലാതെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാവില്ല, നല്ലതുപോലെ പറയണം എന്നാ പറഞ്ഞത് പറയും.
എന്നിട്ട് ലക്ഷ്മി ചോദിക്കും, അല്ല എന്താ ഞാനിപ്പോൾ ഒളിപ്പിച്ച് വെച്ചത് പറയും. അപ്പോൾ മോഹിനി പറയും, ഗൗതത്തിന് കുറച്ചു നാൾ മുന്നേ ഒക്കെ സിഗരറ്റ് വലിച്ചിരുന്നു, ഇപ്പോൾ അതില്ല. എന്നാലേ കുഞ്ഞിലേ തൊട്ടേ എനിക്ക് അവനെ അറിയുന്നത്. ഇന്നേ വരെ മദ്യത്തിൻ്റെ സ്മെല്ല് പോലും അവന് പറ്റില്ല. എൻ്റെ മോനും ഈ വീട്ടിലുള്ള എല്ലാവരും പലരും ചിലപ്പോഴൊക്കെ മദ്യപിക്കും. എന്നാൽ ഗൗതം അവനെ ഇതിനു മുമ്പും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി ആ വ്രതം അവൻ തെറ്റിക്കാൻ തുടങ്ങി. ആ തക്ക സമയത്ത് ഏടത്തി ചെന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കും. അപ്പം ലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം മോഹിനി പറയും, ഞങ്ങളിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാവും. അതേ, അവർ സംസാരിക്കുന്നത് നമ്മുടെ പവിത്ര ഒളിഞ്ഞു നിന്ന് കേട്ടു എന്നൊക്കെ ലൈവായിട്ട് കണ്ടു പറയും. അപ്പോൾ ലക്ഷ്മി നേരെ പവിത്രയുടെ മുഖത്തൊക്കെ നോക്കും. അപ്പോൾ പവിത്ര, അത് അത് ഞാൻ അതുവഴി പോയപ്പോൾ കണ്ടതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി പറയും, ലക്ഷ്മി അമ്മയ്ക്ക് എന്നും കാവലിരിക്കാൻ പറ്റുമോ? ഒന്ന് കുടിച്ചാൽ പിന്നെ 99% കുടിച്ചിരിക്കും. മാനസിക പ്രയാസത്തിന് മദ്യത്തെ അഭയം പ്രാപിക്കുന്നവരാ മിക്കവരും എന്ന് പറയും. ലക്ഷ്മി അമ്മയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്